ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നിങ്ങനെ ഏറെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയാണ് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഓരോ വാക്യവും വിശകലനം ചെയ്തുകൊണ്ട് യേശു ഈ ഉപമയ്ക്ക് നൽകുന്ന യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യേശുവിൻ്റെ ഉപമകളിൽ ധനവാൻ, യജമാനൻ എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യസ്ഥൻ എന്നത് നാം ഓരോരുത്തരുമാണ്. ഈ കാര്യസ്ഥനെക്കുറിച്ച് സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന പരാതി യജമാനന് ലഭിച്ചിരിക്കുകയാണ്. ഒരാൾ പരാതി കൊടുക്കുന്നത് മറ്റൊരാളുടെ പ്രവൃത്തി ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്. ആരെയും ബാധിക്കാത്ത കാര്യത്തിന് ആരും പരാതി കൊടുക്കാറില്ല. അങ്ങനെയെങ്കിൽ ഈ കാര്യസ്ഥൻ തൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ പെരുമാറ്റം കൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അധാർമികമായതും തിന്മയായതും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ദൈവത്തിന് ആരെങ്കിലും പരാതി കൊടുത്തു എന്നാണോ? അല്ല. ഒരാളെ ഉപദ്രവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. അവൻ്റെ രക്തം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കും. അതായത്, നീ ഒരാളെ ആക്രമിച്ചാൽ അയാളുടെ നിലവിളി, അയാളുടെ കണ്ണുനീർ ദൈവസന്നിധിയിൽ നിനക്കെതിരെയുള്ള പരാതിയായിരിക്കും എന്നാണ്. ദൈവം തന്നെ തന്നെ അവതരിപ്പിക്കുന്നതും അങ്ങനെയുള്ള പരാതികൾ ശ്രവിക്കുന്ന ഒരു ന്യായാധിപനായിട്ടുകൂടിയാണ്. ഉപമയിലെ കാര്യസ്ഥൻ മറ്റുള്ളവരോട് തിന്മ ചെയ്യുന്നു. അപ്പോൾ അപരൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ പരാതിയായി എത്തുകയാണ്. ഇനി കാര്യസ്ഥൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവൻ ഒന്നിൻ്റെയും ഉടമസ്ഥൻ അല്ല എന്ന്. യജമാനൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിൻ്റെയും ഉടമസ്ഥ അവകാശം അവനില്ല. നിന്റെ ജീവിതം പോലും ദൈവത്തിൻ്റെതാണ്. അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കും: ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും കേൾക്കുന്ന സംസാരങ്ങളിൽ ഒന്ന്, ഇത് എൻ്റെ ജീവിതം, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം. നിങ്ങൾ ആരാണ് ചോദിക്കാൻ? എൻ്റെ ജീവിതമല്ലേ, അത് എൻ്റേതല്ലേ എന്നൊക്കെയാണ്. അവരെ യേശു ഓർമ്മിപ്പിക്കുന്നു, നിൻ്റേത് എന്ന് പറയാനുള്ള ഒരു ജീവിതം നിനക്കില്ല. അത് ദൈവത്തിൻ്റെതാണ്. നീ അതിൻ്റെ കാര്യസ്ഥൻ മാത്രമാണ്. ഇനി കാര്യസ്ഥൻ ഉണ്ടാകേണ്ടത് എന്താണ്? വിശ്വസ്തതയാണ്. വിശ്വസ്തതയില്ലാത്ത കാര്യസ്ഥനെതിരെ പരാതി ലഭിച്ചാൽ യജമാനൻ നടപടിയെടുക്കും. തിന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം തീർച്ചയായും ഇടപെടും എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ഇത് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. മരണസമയത്ത് നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൊണ്ടാണ് നമ്മെ വിലയിരുത്തുന്നത്. അതിനകത്തുള്ള നന്മതിന്മയുടെ ശേഖരം അളന്നിട്ടാണ് ദൈവം നമുക്ക് നിത്യതയുടെ പ്രതിഫലം തരുന്നത്. ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും കണക്ക് ബോധിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ്. നിന്റെ ജീവിതം അവസാനിക്കുന്നു, നിന്റെ കാര്യസ്ഥത അവസാനിക്കുന്നു, നിന്റെ ജീവിതത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും മേലുള്ള നിന്റെ സൂക്ഷിപ്പുകാലം അവസാനിക്കുന്നു. അവസാനിക്കുമ്പോൾ നിന്റെ കാര്യസ്ഥത മാറിപ്പോകും. നീ നിന്റെ കണക്ക് എന്നെ ബോധിപ്പിക്കണം. അതിനനുസരിച്ച് നിന്നെ ഞാൻ വിധിക്കും. ഇതാണ് യജമാനൻ അവനോട് പറയുന്നത്. അപ്പോൾ ഈ കാര്യസ്ഥൻ ഇങ്ങനെ ആത്മകഥനം ചെയ്തു: യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്തു ചെയ്യും? ഞാൻ മരിക്കാറായിരിക്കുന്നതിനാൽ ഞാനിനി എന്തു ചെയ്യും? കാരണം എനിക്കിനി കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനോ കഴിഞ്ഞ കാലത്തെ തെറ്റുതിരുത്തി തിരിച്ചു വരാനോ പറ്റില്ല. യേശു ഈ ഉപമ അരുളി ചെയ്യുന്നത് മരണത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന, നിത്യവിധിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യന് ഇനി എന്താണ് ബാക്കി എന്നതിനെക്കുറിച്ചാണ്. ഞാനിനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല. ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ്. കാരണം അത്രയും വലിയ ഉയർന്ന സ്ഥാനത്തിരുന്ന ഒരു രാജാവിൻ്റെ കാര്യസ്ഥനായിരുന്ന ഒരുവൻ പിന്നെ പോയി ഭിക്ഷയെടുക്കുന്നത് കണ്ടാൽ അത് നാണക്കേടാണ്. ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച എനിക്ക് അപമാനം താങ്ങാൻ പറ്റില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ലാസറിൻ്റെയും ധനവാന്റെയും കഥ എടുത്തു നോക്കുക.
ലാസർ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ അപമാനിതനാവുകയാണ്. അത് ഒഴിവാക്കാൻ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് അവൻ ആത്മഗതം ചെയ്യുന്നു. അവൻ യജമാനിൽ നിന്ന് കടം വാങ്ങിയ ഓരോരുത്തരെയായിട്ട് വിളിച്ചു. ഒന്നാമൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. തീർച്ചയായും അങ്ങനെ ചെയ്യുമ്പോൾ കടമുണ്ടായിരുന്ന മനുഷ്യർക്ക് സന്തോഷമുണ്ടാവുകയും അവർ ഈ കാര്യസ്ഥനെ കാര്യസ്ഥതയിൽ നിന്ന് എടുത്തു മാറ്റിയാലും സ്വീകരിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? മരണത്തെയും നിത്യവിധിയാളനെയും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വലിയ ഒരു ദൈവിക പ്രവൃത്തി അത് ലോകത്തിൻ്റെ കണ്ണിൽ ഒരു അധാർമിക പ്രവൃത്തി പോലെ തോന്നുന്ന ഒരു കാര്യമാണ്. യജമാനോട് കടപ്പെട്ടിരുന്നവരുടെ പ്രമാണം കാര്യസ്ഥന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവനോട് തെറ്റ് ചെയ്തിട്ടുള്ളവർ എന്നാണ് ഇതിൻ്റെ ഉള്ളർത്ഥം. എന്ന് വച്ചാൽ അവന് അവൻ്റെ അധികാരം ഉപയോഗിച്ച് ക്ഷമിക്കാൻ കഴിയുന്നവർ. ഈ ഭൂമിയിലെ കാര്യസ്ഥത ഉപയോഗിച്ച് അവന് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നത്, അവൻ ഇളവ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, അവനോട് ചെയ്ത അകൃത്യങ്ങളുടെ ഇളവ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്നർത്ഥം. ചെയ്ത തെറ്റുകൾക്ക് അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു. അതുവഴി നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കപ്പെടുമെന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ വിവരണമാണിത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. തന്നെക്കൊണ്ട് ഇളവ് ചെയ്തു കൊടുക്കാവുന്ന കടങ്ങൾ അവൻ ഇളവ് ചെയ്തു കൊടുക്കുന്നു. അതുവഴി അവരുടെ സ്വർഗരാജ്യ പ്രവേശനത്തിൽ ഇവനും പങ്കാളിയാകുന്നു. എന്ന് വച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് അവൻ ശിക്ഷിക്കപ്പെടുകയും നിത്യനരകാഗ്നിയിൽ പോവുകയും ചെയ്യേണ്ടവനാണ്. എന്നിരിക്കെ അവൻ അവൻ്റെ സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വഴി സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ കാരണത്താൽ, അഥവാ ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നതിൻ്റെ കാരണത്താൽ, ഇളവ് ചെയ്തു കൊടുക്കുന്നതിൻ്റെ കാരണത്താൽ നിന്റെ അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നാണ് ഈ ഉപമയിലൂടെ ഈശോ പറയുന്നത്. വീണ്ടും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്നാണ്. എന്താണ് ആ കൗശലം? ആത്മീയ കൗശലമാണ്. നല്ല കള്ളൻ്റെ കാര്യം ഓർത്താൽ മതി. അവസാന നിമിഷം കൗശലപൂർവ്വം പറഞ്ഞു, കർത്താവെ, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അവൻ്റെ ആ ഒരൊറ്റ വചനം കൊണ്ട്, മാനസാന്തരത്തിൻ്റെ വാക്കുകൊണ്ട് അവൻ്റെ അതുവരെയുള്ള അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടു. അതുകൊണ്ട് കൗശലം എന്നുദ്ദേശിക്കുന്നത് തിന്മയുടെ കൗശലമല്ല, മാനസാന്തരത്തിൻ്റെ കൗശലമാണ്. ബുദ്ധിപൂർവമെന്നോ വിവേകപൂർവം അല്ലെങ്കിൽ അവൻ്റെ സാധ്യത അവൻ ഉപയോഗിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം. മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ പെട്ടെന്ന് നന്മ ചെയ്യാൻ തുടങ്ങി. അതുവഴി അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി. നരകത്തിൽ പോകുമല്ലോ എന്ന ഭയത്താൽ ആണെങ്കിൽ പോലും ഒരുവൻ ചെയ്തു തുടങ്ങുന്ന നന്മകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശമല്ല എന്നാണ് അതിനർത്ഥം. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തിരുന്നവർ എന്നർത്ഥം. ജീവിതകാലം മുഴുവനും നന്മ ചെയ്ത ഒരു വലിയ വിശുദ്ധനെ പോലെ നല്ല കള്ളനും അനുസ്മരിക്കപ്പെടുന്നില്ലേ? തിന്മ ചെയ്തിരുന്നിട്ട് മാനസാന്തരപ്പെടുന്ന ആളുകൾ അവർ കൗശലക്കാരാണ്, അവർ ബുദ്ധിശാലികളാണ് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. തിന്മയിൽ ഇനിയും കഴിയുന്നവരോട് മാനസാന്തരപ്പെടാനുള്ള അവസാനത്തെ ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ യേശു ഈ ഉപമയിലൂടെ ആവശ്യപ്പെടുന്നത്. ഇനിയാണ് ഒത്തിരി സംശയം നൽകുന്ന വചനം അവിടുന്ന് പറയുന്നത്. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. കള്ളപ്പണം, കുഴൽപ്പണം, കള്ളക്കടത്ത് അല്ലെങ്കിൽ തിന്മ ചെയ്തുണ്ടാക്കിയ പണം എന്നിവയൊക്കെയാണ് നമ്മൾ അധാർമിക സമ്പത്തെന്ന് സാധാരണ പറയാറുള്ളത്. എന്നാൽ യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ സമ്പത്തിനെയാണ്, ഭൗതിക സമ്പത്തിനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ള സമ്പത്ത്. അത് പണമാകാം, സ്വത്താവാം, സ്വർണമാകാം, സ്ഥാനമാനങ്ങളാകാം. അങ്ങനെ സമ്പത്തെന്ന് നാം കരുതുന്ന ഈ ഭൂമിയിലെ എന്തും അധാർമിക സമ്പത്താണെന്നാണ്. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവിക നന്മകളാണ്, ആത്മാവാണ്. ഇവിടെ ഇവ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു താരതമ്യത്തിന് വേണ്ടിയാണ്. അതായത് യഥാർത്ഥ ധനവുമായി നീ ഈ ഭൂമിയിൽ കിട്ടാവുന്ന എന്തിനെങ്കിലും താരതമ്യം ചെയ്താൽ അത് അധാർമിക ധനം പോലെയായിരിക്കും. യഥാർത്ഥ നന്മയോട്
ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന നന്മകളെയൊക്കെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഒന്നും വേണ്ട വിധത്തിൽ നന്മ എന്ന് വിളിക്കാൻ പോലും ആകില്ല എന്നാണ്. യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതും കടന്നു പോകുന്നതുമായ വില കുറഞ്ഞ സമ്പത്തുകളാണ്. അപ്പോൾ ആ വിലക്കുറവ് എന്തുമാത്രം വിലക്കുറവാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് അധാർമിക സമ്പത്ത് പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം വില കുറഞ്ഞതും നിസ്സാരവും പരിഗണിക്കേണ്ടതുമില്ലാത്തതാണ് ഭൗതിക സമ്പത്ത് എന്നാണ്. അവസാനം പറഞ്ഞു വയ്ക്കുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. ഈ ഭൂമിയിൽ നമുക്ക് ധാരാളം സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, സ്വത്തുണ്ട് എന്നൊക്കെ കരുതുക. ഇതെല്ലാം ഉപയോഗിച്ച് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതാണ് പ്രധാനം. അത് പങ്കുവെച്ച് കൊടുക്കുക. അത് പങ്കുവെച്ച് കൊടുക്കുന്നത് വഴി ഇവയൊക്കെ നമ്മെ വെടിയുന്ന ഒരു സമയം വരുമ്പോൾ സ്വർഗത്തിൽ നിത്യകൂടാരങ്ങളിൽ നമ്മൾ സ്വീകരിക്കപ്പെടും. അതായത് നമ്മൾ പങ്കുവെച്ച് കൊടുത്ത പാപങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ലാസർമാരായിരിക്കുന്ന സ്വർഗത്തിൽ നമ്മളും സ്വീകരിക്കപ്പെടും. നമ്മൾ ലാസർമാരായിരുന്നില്ല, നമ്മൾ ധനവാന്മാരായിരുന്നു. പക്ഷേ ലാസർ സ്വീകരിക്കപ്പെട്ടതുപോലെ നമ്മളും സ്വീകരിക്കപ്പെടാനുള്ള മാർഗം പാവപ്പെട്ടവർക്ക് ഈ സ്വത്ത് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഭൗതിക സ്വത്ത് പങ്കുവെച്ച് കൊടുക്കുന്നത് വളരെ നിസ്സാരവുമാണെന്ന് പറയുകയാണ്. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയതല്ല. ഈ മണ്ണ് ദൈവം സൃഷ്ടിച്ചതാണ്. ആരോഗ്യം ദൈവം തന്നതാണ്. ഇതൊക്കെ കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് വ്യയം ചെയ്തുകൂടാ? അത് വ്യയം ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കുറച്ച് ഭൗമിക സന്തോഷമോ സമ്പത്തോ അല്ല, നിത്യജീവിതമാണ്. അതിനാൽ ഈ ഭൗമിക സമ്പത്ത് ചെലവഴിച്ച് നിത്യജീവൻ നേടുന്നവനെ വിളിക്കുന്ന പേരാണ് കൗശലക്കാരൻ, ബുദ്ധിമാൻ. അതിൻ്റെ വിപരീതം വിഡ്ഢികളും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഭൗതിക സമ്പത്ത് പങ്കുവയ്ക്കാനുള്ളതും ദൈവിക സമ്പത്ത് സ്വന്തമാക്കാനുള്ളതുമാണെന്ന് ഓർക്കാം. ഈ ഭൂമിയിലെ നമ്മുടെ തീർന്നു പോകുന്ന സമ്പത്ത് ഉപയോഗിച്ചും ക്ഷയിച്ചു പോകാവുന്ന ആരോഗ്യം ഉപയോഗിച്ചും നന്മ ചെയ്യുന്നത് വഴി നമ്മുടെ അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുകയും സ്വർഗത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാവുകയും ചെയ്യട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.